ഡോക്ടർ പി.ജി. ശങ്കരനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് പരാതി. 2010 UGC ശമ്പള പരിഷ്കരണത്തിന് മുൻപ് അനധികൃതമായി പണം കൈപ്പറ്റിയതായി കണ്ടെത്തൽ. തട്ടിപ്പ് സ്ഥിരീകരിക്കുന്ന വിവരാവകാശ രേഖ ന്യൂസ് മലയാളത്തിന്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കുസാറ്റിലെ VC ആയിരുന്നു ഡോക്ടർ പി.ജി. ശങ്കരൻ. പി.ജി. ശങ്കരൻ ഇല്ലാത്ത തസ്തികയിൽ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. പുതിയ UGC ആക്ട് വരുന്നതിനു മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡോക്ടർ പി.ജി. ശങ്കരൻ ഇല്ലാത്ത തസ്തികയിൽ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. 2010 UGCയുടെ പുതിയ റെഗുലേഷൻ ആക്ട് വരുന്നത്. സെപ്റ്റംബർ 18 ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഡിസംബർ 10. ഒക്ടോബർ 22 കുസാറ്റിൽ നടപ്പാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഇതുപ്രകാരം കുസാറ്റിലെ റീഡർ തസ്തികകളെല്ലാം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളായി മാറി. ശമ്പളവും വർദ്ധിച്ചു. എന്നാൽ 9 മാസം മുൻപ് തന്നെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പി.ജി. ശങ്കരൻ അനധികൃതമായി പണം കൈപ്പറ്റിയെന്നാണ് RTI രേഖകൾ വ്യക്തമാക്കുന്നത്. കുസാറ്റിൽ റീഡർ തസ്തികയിലാണ് മുൻ VC കൂടിയായ പി.ജി. ശങ്കരൻ നിയമിതനാകുന്നത്. പുതിയ UGC റെഗുലേഷൻ ആക്ട് വരുന്നതുവരെ റീഡർ തസ്തികയിലേക്കുള്ള ശമ്പള സ്കെയിൽ 12,000 രൂപയ്ക്കും 18,300 രൂപയ്ക്കും ഇടയിലായിരുന്നു. 2010 മാർച്ച് വരെ ഈ സാലറി സ്കെയിലിൽ ഉള്ള ശമ്പളമാണ് പി.ജി. ശങ്കരൻ വാങ്ങിയിരുന്നതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. റീഡർ തസ്തികയിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറായി സ്ഥാനക്കയറ്റം നൽകണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ ഈ നടപടിക്രമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്ന് ഈ പുറത്തു വന്ന രേഖകൾ തെളിയിക്കുന്നു. റീഡർ തസ്തികയിൽ 3 വർഷം പൂർത്തിയായവർക്ക് മാത്രമാണ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ. നൽകിയ അപേക്ഷ പരിഗണിച്ച് സ്ഥാനക്കയറ്റം നൽകി സർവകലാശാല ഉത്തരവിറക്കണം. അതിനുശേഷം യൂണിവേഴ്സിറ്റി, ധനവകുപ്പ് ശമ്പള സ്കെയിൽ നിശ്ചയിക്കുകയും വേണം. ഇതൊന്നും പാലിക്കാതെയാണ് അസോസിയേറ്റ് പ്രൊഫസറുടെ തസ്തികയിലേക്കുള്ള ശമ്പളം പി.ജി. ശങ്കരൻ അനധികൃതമായി കൈപ്പറ്റിയത്. കൂടാതെ അന്നത്തെ സാലറി റിവിഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു പി.ജി. ശങ്കരൻ. നിലവിൽ കുസാറ്റിലെ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എമിറേറ്റ് പ്രൊഫസർ കൂടിയാണ് പി.ജി. ശങ്കരൻ. അനൽ കാസിദ്, ന്യൂസ് മലയാളം, കൊച്ചി.